ഓം വിഘ്നേശ്വരായ നമഃ. എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഗ്രീൻ മീഡിയ വിഷൻ ചാനലിന്റെ നക്ഷത്ര ജ്യോതിഷ പങ്ക്തിയിലേക്ക് സ്വാഗതം. നക്ഷത്ര ജ്യോതിഷഫലവുമായിട്ട് ഓരോ നക്ഷത്രങ്ങളുടെയും സ്വഭാവങ്ങളും അവരുടെ പ്രത്യക്ഷമായുള്ള ജീവിതത്തിൽ വരുന്ന മാറ്റങ്ങളും അവർക്കുണ്ടാകാൻ പോകുന്ന അനുഭവങ്ങളൊക്കെയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പ്രധാനമായ കാര്യങ്ങൾ എന്ന് പറയുന്നത് ദോഷഫലങ്ങളൊക്കെ ഉണ്ടാക്കി തീർത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുതിയ വർഷം തുടങ്ങിയപ്പം മുതലുള്ള നല്ല കാര്യങ്ങളൊക്കെ വീണ്ടും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഈ 2025 ഉണ്ടാകുന്ന പ്രശ്നങ്ങളും അതിനുള്ള പരിഹാരങ്ങളും ഒക്കെ നിങ്ങൾ ചെയ്തു പോയാൽ നിങ്ങൾക്ക് തീർച്ചയായും വലിയൊരു ഉയർച്ച ഉണ്ടാകും. ഇന്നൊരു പ്രധാനമായ നക്ഷത്രത്തിനെ കുറിച്ചാണ് പറയുന്നത്. ഈ 2025 തുടക്കം മുതൽ തന്നെ ആ നക്ഷത്രത്തിന്റെ നല്ല ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. രോഹിണി നക്ഷത്രക്കാരെ കുറിച്ചാണ് പറയുന്നത്. ശ്രീകൃഷ്ണന്റെ നാളായ രോഹിണി നക്ഷത്രം വളരെ നല്ല ഒരു നക്ഷത്രമാണ്. പുനഃപരീക്ഷയിൽ വിജയ ശതമാനം കൂടും എന്നുള്ളതാണ് ഈ വിദ്യാർത്ഥികൾക്കുള്ള ഇപ്പോഴുള്ള നേട്ടങ്ങൾ. ഈ 2025 വരാൻ പോകുന്നത് ഉദ്ദേശിച്ച വിഷയത്തിൽ ആഗ്രഹിച്ച സ്ഥാപനത്തിൽ ഉപരിപഠനത്തിന് ചേരുവാനും അതുപോലെ പ്രവർത്തന മേഖലകളിൽ അഭൂതപൂർവമായ പുരോഗതിയും സാമ്പത്തിക നേട്ടവും ഒക്കെ ഉണ്ടാക്കുകയും ചെയ്യുന്ന ഒരു സമയമാണ്. ആഗ്രഹ സാഫല്യത്താൽ ആത്മനിർവൃത്തി ഉണ്ടാകും. കലാകായിക രംഗത്ത് ജോലി ചെയ്യുന്നവർക്ക് ഏറ്റവും നല്ല സമയമാണ്. നറുക്കെടുപ്പ്, അതായത് ലോട്ടറികളിൽ കൂടിയൊക്കെ സമ്മാന പദ്ധതികൾ ഒക്കെ ലഭിക്കാനുള്ള അവസരങ്ങളൊക്കെ വന്നു ചെയ്യും. അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു കുടുംബത്തിലുണ്ടായിരുന്ന പ്രശ്നങ്ങളൊക്കെ മാറുന്ന സമയമാണ്. ദമ്പതികൾക്ക് ഒരുമിച്ച് താമസിക്കാൻ തക്കവണ്ണം ഉള്ള സമയമാണ്. പിന്നെ ഉദ്യോഗത്തിൽ പല സ്ഥലങ്ങളിൽ നിന്നിരുന്ന ദമ്പതികൾക്കൊക്കെ ഒരുമിച്ച് വരുവാനുള്ള സമയമാണ്. അതുപോലെ പരമാവധി നിങ്ങളെ എല്ലാവരോടും നല്ല രീതിയിൽ പെരുമാറിയാൽ ഈ വർഷം നിങ്ങൾക്ക് അവരെ കൊണ്ടും പ്രയോജനങ്ങളൊക്കെ ഉണ്ടാകും. അതുപോലെ നിയുക്തമായ ഒരു പദവിയിൽ ഇരിക്കുന്നവരാണെങ്കിൽ അതിൽ നിന്ന് സ്ഥാനക്കയറ്റവും അതുപോലെ മറ്റുള്ള മേഖലകളിലേക്ക് പോകുവാനുള്ള അവസരങ്ങളൊക്കെ ഉണ്ടാകും. ഗഹനമായ വിഷയങ്ങൾ ലളിതമായി അവതരിപ്പിക്കാൻ സാധിക്കുന്നവരാണ് ഈ രോഹിണി നക്ഷത്രക്കാർ. ആദരവും വിനയവുമുള്ള സമീപനമുള്ളവരാണ് രോഹിണി നക്ഷത്രക്കാർ. അവർക്ക് ഈ ശ്രീകൃഷ്ണനെ പോലെ തന്നെ ചിരിച്ചുകൊണ്ട് മാർഗതടസ്സങ്ങളെ അതിജീവിച്ച് സർവകാര്യ വിജയം നേടാൻ പറ്റുന്ന ഒരു നക്ഷത്രം കൂടിയാണ്. അതുകൊണ്ടാണ് രോഹിണി നക്ഷത്രത്തിന്റെ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത്. അന്ധമായ അമിത വിശ്വാസവും അബദ്ധങ്ങളും ഒക്കെ നേരത്തെ ഉണ്ടായിരുന്നൊക്കെ മാറി വരുന്ന സമയമാണ്. കുടുംബ ജീവിതത്തിലെ ആഹ്ലാദ അന്തരീക്ഷം സംജാതമാകും. അച്ഛനും അമ്മയും സഹോദരങ്ങളുമായിട്ടൊക്കെ നല്ല രീതിയിലുള്ള ബന്ധങ്ങൾ തന്നെയായിരിക്കും രോഹിണി നക്ഷത്രക്കാർക്ക്. വിജ്ഞാനം നേടാനും പകർന്നു കൊടുക്കുവാനും ഒക്കെ ഉള്ള സമയമാണ്. പ്രയത്നങ്ങൾക്ക് നല്ല ഒരു പാരിതോഷികം ലഭിക്കും എന്ന് പറഞ്ഞാൽ അതിനുള്ള അനുകൂലമായ അനുഭവങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും. അതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എന്തൊക്കെയാണ് ആഗ്രഹിച്ചിരുന്നത് അതിന്റെ ഒരു ചവിട്ടുപടി എന്നതുപോലെ ഈ രോഹിണി നക്ഷത്രക്കാർക്ക് ഈ 2025 മുന്നോട്ട് പ്രയത്നിച്ച് പ്രവർത്തിച്ച് പോകുവാനും അനുഭവഫലങ്ങൾ ഉണ്ടാകുവാനുള്ള സമയമാണ്. പുതിയ വ്യാപാര വ്യവസായങ്ങളിൽ നിന്ന് സാമ്പത്തിക നേട്ടമുണ്ടാകും. മാതാപിതാക്കളെ അനുസരിച്ചൊക്കെ മുന്നോട്ട് പോകണം, അവരെ ആദരിക്കണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. വെല്ലുവിളികളെ അതിജീവിക്കുവാനുള്ള ആത്മധൈര്യം ഉണ്ടാകും. വാക്കും പ്രവൃത്തിയും വ്യത്യസ്തമാകാതെ സൂക്ഷിക്കുകയും വേണം. ഭരണ സംവിധാനത്തിലുള്ള ആശയക്കുഴപ്പം പരിഹരിച്ച് പ്രവർത്തനക്ഷമമാക്കാൻ സാധിക്കും. ആ മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്ക് സുവ്യക്തമായ ധാരണയും ലക്ഷ്യബോധമുള്ളതിനാൽ 2025 സംയുക്ത സംരംഭങ്ങളൊക്കെ തുടങ്ങുന്ന നല്ലതായിരിക്കും. സ്വന്തമായ വ്യാപാരം, ആരാധനാലയത്തിലെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്ക് സാമ്പത്തിക സഹായമൊക്കെ ചെയ്യുന്നത് നല്ലതാണ്. ആഹാര പദാർത്ഥങ്ങളിലുള്ള അപാകതകളൊക്കെ ചിലപ്പോൾ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കും. അതായത് നല്ല ആഹാരങ്ങളൊക്കെ കഴിക്കണം, പഴകിയ ആഹാരങ്ങളൊക്കെ കഴിച്ചാൽ വയറിനോ മറ്റു പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. അസ്ഥിബാധ, നിർദോഷ രോഗങ്ങളൊക്കെ ഉള്ളത് കുറഞ്ഞു വരുന്ന സമയമാണ്. ബന്ധുക്കളോടൊപ്പം പുണ്യതീർത്ഥ ഉല്ലാസയാത്രയ്ക്കൊക്കെ അവസരം ഉണ്ടാകുന്ന സമയമാണ് ഈ 2025 രോഹിണി നക്ഷത്രക്കാർക്ക്. മേലധികാരി ചെയ്തു വെച്ച അബദ്ധങ്ങൾക്ക് വിശദീകരണം നൽകുന്ന ഒരു സമയം കൂടി ചിലപ്പോൾ ഇടയ്ക്ക് വന്നേക്കാം. ജോലിയുള്ളവർക്ക് ഏറ്റെടുത്ത ജോലികൾ നിശ്ചിത സമയപരിധിക്കുള്ളിൽ ചെയ്തു തീർക്കുവാൻ സാധിക്കുന്ന ഒരു സമയം കൂടിയാണ്. അപശ്രോചിതമായി പ്രവർത്തിക്കാനുള്ള സമചിത്തതയും യുക്തിയും അനുകൂല സാഹചര്യങ്ങൾക്ക് അനുസരിച്ച് നിൽക്കുവാനുള്ള ഒരു കഴിവും രോഹിണി നക്ഷത്രക്കാർക്ക് പ്രത്യേകിച്ചുമുണ്ട്. രോഹിണി നക്ഷത്രക്കാർക്ക് ഉദ്ദേശിച്ച വിഷയത്തിൽ ഉപരിപഠനത്തിന് ചേരുവാൻ സാധിക്കും. വിദ്യാർത്ഥികളാണെങ്കിൽ ദീർഘകാല പദ്ധതികൾക്ക് ഉപദേശങ്ങളും നിർദ്ദേശങ്ങളൊക്കെ സ്വീകരിക്കുന്നവരാണ്. വാഹനം വാങ്ങുക, വീട് വയ്ക്കുക, വിവാഹം നടക്കുക, കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കുക, യൂറോപ്പ് പോലുള്ള രാജ്യങ്ങളിലേക്ക് ജോലി ലഭിക്കുക എന്നതൊക്കെയാണ് ഈ വർഷം അവരെ കാത്തിരിക്കുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് അപേക്ഷിച്ച വിദേശ സ്ഥിര താമസാനുമതി ലഭിക്കുവാൻ ചിലർക്കൊക്കെ സാധ്യമാകുന്ന സമയമാണ്. അസാധ്യമെന്ന് തോന്നുന്ന പലതും പ്രവർത്തനങ്ങൾ കൂടി നേടിയെടുക്കുവാൻ രോഹിണി നക്ഷത്രക്കാർക്ക് സാധിക്കും. ആത്മധൈര്യമുള്ളവരാണ് ഇവര്. പിന്നെ രോഹിണി നക്ഷത്രക്കാരുടെ മക്കളുടെ വിദ്യാഭ്യാസം, ഉദ്യോഗ വിഷയത്തിലുള്ള ലക്ഷ്യപ്രാപ്തിയൊക്കെ നല്ല രീതിയിൽ നടക്കും. കലാകായിക മത്സരങ്ങളിൽ ചേരുന്നവർക്ക് ഏറ്റവും നല്ല അനുകൂലമായ സമയമാണ്. സിനിമ, സീരിയൽ, മറ്റുള്ള വാദ്യോപകരണങ്ങളുമായി ബന്ധപ്പെട്ടവർക്ക് ഏറ്റവും നല്ല സമയമാണ്. സുഹൃത്തിന്റെ സമയോചിതമായ ഇടപെടലുകളാൽ ചില അപകീർത്തികളിൽ നിന്നൊക്കെ രക്ഷപ്പെടും. ശാസ്ത്രീയമായ കാര്യങ്ങളിലൊക്കെ നല്ല രീതിയിൽ പ്രവർത്തനം ഉണ്ടാകുന്ന ഒരു സമയമാണ്. ആഗ്രഹ സാഫല്യം എന്ന് പറയുമ്പോൾ നല്ല രീതിയിലുള്ള ഒരു ജീവിത
ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുവാൻ കഴിയും. പ്രായത്തിലുപരി പക്വതയുള്ള ഒരാളാണ് ഈ രോഹിണി നക്ഷത്രക്കാർ എന്നുള്ളത്. അത് ശ്രീകൃഷ്ണനുമായി ബന്ധപ്പെട്ടാണ്. അദ്ദേഹത്തിന്റെ ആ ഒരു പ്രവർത്തന മേഖലയും അങ്ങനെയായിരുന്നല്ലോ. ശ്രീകൃഷ്ണനെ ഭജിച്ചിരിക്കുന്ന ഒരാൾക്കാർക്കും അതിന്റെ ശ്രീകൃഷ്ണന്റെ ജീവിതവും അങ്ങോട്ടുള്ള പ്രയാണവും ഒക്കെ അറിയാൻ പറ്റും. അതുപോലെ തന്നെ പുരോഗതി ഇല്ലാതെ കിടന്ന ഗൃഹമൊക്കെ വിൽപ്പന ചെയ്ത് വേറെ ഭൂമി വാങ്ങി വാസ്തു ശാസ്ത്രവിധി പ്രകാരം ഗൃഹ നിർമ്മാണം തുടങ്ങാൻ പറ്റിയ സമയമാണ്. പൊതുജനങ്ങളുമായി നല്ല രീതിയിൽ പ്രവർത്തിച്ചു പോയാൽ അതിലും നല്ല അവരുമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ നല്ല നേട്ടങ്ങൾ ഉണ്ടാവും. 2025 ഗുണനിലവാരമുള്ള ഒരു സ്ഥാപനം നിങ്ങൾ നടത്തിയാൽ നിങ്ങൾക്ക് വളർച്ചയിലേക്ക് പോകുവാൻ കഴിയും എന്നുള്ളതാണ്. അതുപോലെ ധർമ്മപ്രവർത്തികൾക്കും പുണ്യപ്രവർത്തികൾക്കും സർവാത്മന സഹകരിക്കണം. അനാവശ്യമായ ആദിയും ദുശംശയങ്ങളും ഒക്കെ ഒഴിവാക്കണം. നിലവിലുള്ള വാഹനം മാറ്റി വലിയ വാഹനം വാങ്ങുവാൻ പറ്റുന്ന സമയമാണ്. കാര്യകാരണമായി പറഞ്ഞാൽ നല്ല അപേക്ഷകളൊക്കെ കൊടുത്തിരിക്കുന്നവർക്ക് PSC പോലുള്ള നല്ല ജോലികളൊക്കെ ലഭിക്കാൻ വലിയ സാധ്യതയാണ്. സാധു കുടുംബത്തിലെ കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിന് സാമ്പത്തിക സഹായം ചെയ്യാനുള്ള മനസ്സൊക്കെ കാണിക്കുന്നവരാണ് ഈ രോഹിണി നക്ഷത്രക്കാർ സമ്പന്നരാണെങ്കിൽ. അതുപോലെ ഗൃഹനിർമ്മാണം പൂർത്തിയാക്കാൻ കഴിയും. മുടങ്ങിക്കിടപ്പുള്ള വഴിപാടുകളൊക്കെ ചെയ്തു തീർക്കാനുള്ള ഇടവരും. സമ്മാന പദ്ധതിയിൽ നറുക്കെടുപ്പിലൊക്കെ വിജയിക്കും. സമ്മാനങ്ങളൊക്കെ ലഭിക്കും. വിട്ടുവീഴ്ച മനോഭാവം സ്വീകരിച്ചാൽ ദാമ്പത്യ ബന്ധം പുനഃസ്ഥാപിച്ച് നല്ല സ്വസ്ഥമായി ജീവിച്ചു പോകാം. കടം കൊടുത്ത തുക മധ്യസ്ഥർ മുഖേന തിരിച്ചു കിട്ടും. മക്കളുടെ സുരക്ഷിതം മാനിച്ച് സുരക്ഷിതമുള്ള സ്ഥലത്തേക്ക് മാറി താമസിക്കാനൊക്കെ നിർബന്ധിതരാകുന്ന സമയമാണ്. അതുപോലെ കലാനുസൃതമായ മാറ്റങ്ങൾ വരുത്തുന്ന നിർദ്ദേശങ്ങളൊക്കെ പലരിൽ നിന്നും നേടും. ഉയർന്ന ജീവിത നിലവാരത്തിലേക്ക് പോകുന്ന ഒരു സമയമാണ് രോഹിണി നക്ഷത്രക്കാർ 2025. അതുപോലെ തന്നെ ഗുണനിലവാരമുള്ള നല്ല രീതിയിലുള്ള സാധനങ്ങളൊക്കെ വാങ്ങുവാൻ മാത്രമാണ് ഇവരുടെ മനസ്സിൽ എപ്പോഴും ചിന്ത. അത് അവരങ്ങനെയാണ് ചിന്തിക്കുന്നത്. രോഹിണി നക്ഷത്രക്കാർക്ക് അങ്ങനെയും കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഏതായാലും രോഹിണി നക്ഷത്രക്കാർക്ക് നല്ല നല്ല അവസരങ്ങളാണ് വന്നു ചേരുന്നത്. ഇതൊക്കെയാണ് രോഹിണി നക്ഷത്രക്കാരെ കുറിച്ച് പറയാനുള്ളത്. ഇതുവരെയും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. വീണ്ടും ഒരു ജ്യോതിഷപരമായ സംഗതിയുമായി എത്താം.